Hi friends, Namaskaram. Welcome to Rich's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി മിൻറ്റ് ചട്നിയാണ്. പുതിന ചട്നി. റൈസ്, ഇഡ്ഡലി, ദോശ എല്ലാത്തിനും നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, വറ്റൽ മുളക് 3 എണ്ണം, കടുക് 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ്, തക്കാളി ചോപ്പ് ചെയ്തത് 1, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ, മിൻറ്റ് ലീവ്സ് പുതിന ഇല 1 കൈപ്പിടി, കൊറിയാണ്ടർ ലീവ്സ് മല്ലി ഇല 1 കൈപ്പിടി, ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ, കായപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇത് വളരെ ടേസ്റ്റിയായ ചട്നിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയായ റെസിപ്പിയും കൂടെയാണ്. മിൻറ്റ് ലീവ്സ് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. എല്ലാവരും വീക്ക്ലി വൺസെങ്കിലും ഈ ചട്നി ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് വെച്ചോളൂ. ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഫ്രൈ ആയിട്ടുണ്ട്. ഈ ചട്നിക്ക് മെയിൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പാണ്. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ചട്നി നല്ല ടേസ്റ്റ് വരുന്നത്. തീർച്ചയായിട്ടും ഈ 2 ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയായ ചട്നിയാണ്. ഇത് ഹോട്ടൽ സ്റ്റൈൽ ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് 3 വറ്റൽ മുളക് ഡ്രൈ റെഡ് ചില്ലീസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള 6 ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി, വല്യുള്ളി എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 വല്യുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ ഉള്ളി. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട, കുറച്ച് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളത് സ്ലൈസ് ചെയ്തത്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ സ്റ്റവ്. വളരെ ടേസ്റ്റിയായ ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സിമ്മിൽ വെച്ചോളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഓക്കെ, ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി 1 handful കൊറിയാൻഡർ ലീവ്സ് മല്ലിയില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ അളവ് ഒരു കൈപ്പിടി പുതിന മിൻറ്റ് ലീവ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല നിങ്ങൾക്ക് മിൻറ്റ് ലീവ്സ് മാത്രം ആഡ് ചെയ്യുകയാണെങ്കിലും അപ്പോൾ 2 handful മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്തോളൂ. ഞാൻ ഒരു കൈപ്പിടി പുതിന ഇല ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട, നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ, സിമ്മിൽ വെച്ചോളൂ. കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും ഒരുപാട് ഇതാവാൻ പാടില്ല, ചൂടാവാൻ പാടില്ല. ലൈറ്റായി ചൂടായാൽ മതി, അതിൻ്റെ ടേസ്റ്റ് പോവും. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കൊറിയാൻഡർ ലീവ്സ് മിൻറ്റ് ലീവ്സ് എല്ലാം ചട്നി ഉണ്ടാക്കുമ്പോൾ ആ ലീവ്സ് വന്നിട്ട് ഒരുപാട് ചൂടാവാൻ പാടില്ല. സോ അതിൻ്റെ ഗ്രീനിഷ് നിറം പോയിട്ട് യെല്ലോ കളറിലുണ്ടാവും. യെല്ലോ കളറിൽ ചട്നി ഉണ്ടാവാൻ പാടില്ല, നല്ല ഗ്രീൻ കളറിലുണ്ടാവും. സോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നന്നായിട്ട് അത് ആറിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് നന്നായിട്ട് ആ ചൂട്ടത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് കൂളാവട്ടെ. ഒരു മിക്സർ ജാറിൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ പീസ് സ്മോൾ പീസ് പുളി ആഡ് ചെയ്തിട്ടുണ്ട്, ടാമറിൻ. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽ മുളക്, കടുക് പൊട്ടിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ സ്റ്റൗ. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റൗ ഓഫ് ചെയ്തോളൂ. അരച്ച് വെച്ച പേസ്റ്റിലേക്ക് ചട്നിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പുതിന ചട്നി റെഡി. വളരെ ടേസ്റ്റിയായ ചട്നിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ചട്നിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുതിന ചട്നി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഇനി ഒരു നല്ല റെസിപ്പിയെ വീണ്ടും കാണാം. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.